ഇന്ന് അതിരാവിലെ ഇന്ത്യ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രൈക്കിൽ പാകിസ്ഥാന്റെ 3 പ്രധാനപ്പെട്ട ബേസസിൽ കാര്യമായ ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം എന്നും പറയുന്നു. അവിടെയുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട്സ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങൾ കാണിക്കുന്ന വാർത്തകൾ അത്രത്തോളം വിശ്വസിക്കാനും സാധിക്കില്ല. എന്നാൽ അവിടെ സംഭവിക്കുന്ന ആ ഒരു സ്ഫോടനം, അവിടെ ഒരു സെക്കൻഡറി എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ വ്യോമതാവളത്തിലെ അമ്യൂണിഷൻ ഡിപ്പോസിനെ ഇന്ത്യ ആക്രമിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്? തുടക്കത്തിൽ ഞങ്ങൾ നോൺ എസ്കലേറ്റർ സ്ട്രൈക്കാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇവിടെ പാകിസ്ഥാന്റെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ ആക്രമിച്ചത്? കാരണം എന്താണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്നലെ തന്നെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് ഡ്രോൺ സ്ട്രൈക്ക് പാകിസ്ഥാൻ ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ഈ തുർക്കി മെയ്ഡ് ഡ്രോൺസ് ഉപയോഗിച്ചാണ് ഒരുപാട് ഡാമേജസ് ഇന്ത്യക്ക് അവർ നൽകാൻ ശ്രമിച്ചത്. എന്നാൽ ആ ഒരു പ്രശ്നം അതോടുകൂടി അവസാനിച്ചില്ല. ഇതിനുശേഷവും പാകിസ്ഥാന്റെ സ്ട്രൈക്ക് ഇന്ത്യൻ പ്രദേശങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പോക്രോൺ, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു, ഹരിയാന ഇങ്ങനെ ഈ സംസ്ഥാനങ്ങളിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പോക്രോൺ റീജിയൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ ആദ്യമായി അണുവായുധം കണ്ടുപിടിച്ച് അത് ടെസ്റ്റ് ചെയ്ത പ്രദേശമാണ്. അവിടെ മാത്രം 3-4 മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ ഒരു ഡ്രോൺ സ്ട്രൈക്ക് മാത്രമല്ല സംഭവിച്ചത്. ഒരു ദിവസം മുൻപ് എത്രത്തോളം വലിയൊരു ഡ്രോൺ അറ്റാക്ക് ആണോ അവർ ചെയ്തത്, ആ സമയത്ത് ഒരു 8 മിസൈൽസ് മാത്രമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. എന്നാൽ ഇത്തവണ പാകിസ്ഥാൻ സർഫസ് ടു എയർ മിസൈൽസ് മാത്രമല്ല ഉപയോഗിച്ചത്. ചില ബാലിസ്റ്റിക് മിസൈൽസും ഇവിടെ ഇന്ത്യൻ പൊസിഷൻസിന് നേരെ ഫയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 26 സ്ഥലം പ്രധാനമായും ആർമി ഇൻസ്റ്റാളേഷൻസിനെ മാത്രം ലക്ഷ്യം വെച്ച് പാകിസ്ഥാന്റെ ഈ ഒരു ആർട്ടിലറി മിസൈൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സസ് ഡിഫൻഡ് ചെയ്താലും ഇതിനെ ഒരു റെഡ് ലൈൻ പോലെ തന്നെ കൺസിഡർ ചെയ്യണം. കാരണം 26 സ്ഥലങ്ങളിലും നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ ലക്ഷ്യം വയ്ക്കണം എന്നുള്ളപ്പോൾ നമ്മുടെ മിലിറ്ററി സൈറ്റിനെ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഇതൊരു എസ്കലേറ്ററി തിങ് ആണ്. സത്യത്തിൽ ഇതാണ് എസ്കലേഷൻസ് ആകുന്ന കാര്യം. ഒരു പക്ഷെ നമ്മുടെ അവിടെയുള്ള ഡിഫൻസ് ടീമിന് ഒരല്പം അശ്രദ്ധ സംഭവിച്ചിരുന്നെങ്കിൽ ഈ 26 മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിൽ ഗണ്യമായ നാശനഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകുമായിരുന്നു. കാരണം പാകിസ്ഥാൻ അയച്ച മിസൈൽസും അങ്ങനെയാണ്. ഇതിന് പകരം വീട്ടുന്ന രീതിയിലാണ് ഇന്ത്യ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്തത്. 1971 ശേഷം നേരിട്ട് ഇത്രത്തോളം ഡീപ്പായി ചെന്ന് ഇന്ത്യ ആക്രമിച്ചത് ഇത് ആദ്യമാണ്. അതും പ്രധാനമായി പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഹബിനെ ആക്രമിച്ചിട്ടുണ്ട്. 3 എയർബേസിൽ അറ്റാക്ക് സംഭവിച്ചുവെന്ന് ഞാൻ പറഞ്ഞു. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത് കൺഫേം ചെയ്തു. ഇന്ത്യയും ഇതൊരു ക്ലെയിമായി നടത്തി, ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങളെ ആക്രമിച്ചുവെന്ന്. ഈ 3 ബേസസ് ഏതെന്ന് നോക്കിയാൽ നുർഖാൻ എയർബേസ്, ഇത് റാവൽപിണ്ടിയിലുള്ളതാണ്, ഇസ്ലാമാബാദിൽ നിന്ന് വളരെ വളരെ അടുത്തുള്ളത്. രണ്ടാമതുള്ളത് മുറിഡ് എയർബേസ്, മൂന്നാമത്തേത് റഫീഖ് എയർബേസ്, ഇത് പഞ്ചാബ് പ്രൊവിൻസിലാണുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ നുർഖാൻ എയർബേസ്, ഇത് വെറും ഒരു എയർബേസ് മാത്രമല്ല, പാകിസ്ഥാന്റെ ഒരു പ്രൈഡ് ആണിതെന്ന് പറയാം. കാരണം തലസ്ഥാനമായ ഇസ്ലാമാബാദിന് അടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ഇൻസ്റ്റാളേഷൻ ആണ്. നമുക്ക് ഡൽഹി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം. ഡൽഹിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ഇത് പാകിസ്ഥാന്. തലസ്ഥാനമായ ഇസ്ലാമാബാദിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുക മാത്രമല്ല, ഒരു ഏരിയൽ ഷീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അവരുടെ റഡാർ സ്റ്റേഷൻസ് ഉപയോഗിച്ചും അവരുടെ സർഫസ് ടു എയർ മിസൈൽസ് ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചും ആ തലസ്ഥാനത്തെ സംരക്ഷിക്കുന്ന ഒരു മതില് പോലെയാണ് ഇത് നിലകൊള്ളുന്നത്, ഒരു കോട്ട പോലെ. അതിൽ ഇന്ത്യയുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് തരത്തിലുള്ള മിസൈൽസ് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരം അറിയില്ല, ആർമി അത് പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ ഫൈറ്റർ ജെറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അവരെ ആക്രമിച്ചത്, അത് വ്യക്തമാക്കാൻ സാധിക്കും. ഈ ഒരു സ്ഥലം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അറിയണ്ടേ? ഇപ്പോൾ പാകിസ്ഥാനിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അധികാരികൾ വരികയാണെങ്കിൽ അവരെ റിസീവ് ചെയ്യുന്നതിന് ഈ ഒരു ബേസാണ് കൂടുതൽ സമയവും പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തിന്? അടുത്തിടെ സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തെയും ഇതേ എയർബേസിൽ വെച്ച് റിസീവ് ചെയ്യുകയും പാകിസ്ഥാൻ തലസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു എയർബേസ്. ഇങ്ങനെയുള്ള എയർബേസിൽ പാകിസ്ഥാന്റെ എമിനേഷൻസും കൂടുതലാണ്. കാരണം തലസ്ഥാനത്തെ മുഴുവനും സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആവശ്യമായ സപ്ലൈസും ഉണ്ടാകണം. അതിനെയാണ് നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ച് ആക്രമിച്ചിരിക്കുന്നത്. വീണ്ടും വ്യക്തമായി പറയണമെങ്കിൽ പാകിസ്ഥാന്റെ തലയിൽ തന്നെ നമ്മളൊരു മിസൈൽ കൊണ്ട് എറിഞ്ഞതുപോലെയാണ്. എന്നെ ആക്രമിച്ചാൽ, എന്നെ തൊട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമ്മളവിടെ കാണിച്ചു കൊടുത്തു. ഇത് അത്രത്തോളം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനാണ്. മാത്രമല്ല ഒരു സൈക്കോളജിക്കൽ മെസ്സേജാണ് പാകിസ്ഥാനും പാകിസ്ഥാനിലെ ജനങ്ങൾക്കും നമ്മൾ നൽകിയത്.
ഇത് എത്രത്തോളം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് അടുത്ത് പറയാൻ പോകുന്ന 2 ബേസസ്. ഇപ്പോൾ സിയാൽകോട്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ ഒരു ചെറിയ പ്രദേശം, ഇതിന്റെ 2 സൈഡിലും ഇന്ത്യ ഒന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ മുഴുവനായും എൻസർക്കിൾ ചെയ്യാൻ സാധിക്കും. അത്രത്തോളം ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കൽ അഡ്വാൻസ് ഉള്ള ഒരു പ്രദേശമാണ്. പഞ്ചാബ് പ്രൊവിൻസിനടുത്താണ് ഇതുള്ളത്. ഇതിന് പാരലായി 150 കിലോമീറ്റർ ദൂരത്തിലുള്ള എയർബേസ് ആണ് ഈ മുറിഡ് എയർബേസ്. ഇസ്ലാമാബാദിന് നൂർ എയർബേസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ പഞ്ചാബ് പ്രൊവിൻസിന് ഫോർവേഡ് ഓപ്പറേഷൻസിന് എല്ലാം ഈ മുറിഡ് എയർബേസ് പ്രധാനപ്പെട്ടതാണ്. നാളെ സിയാൽകോട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഇന്ത്യ പഞ്ചാബ് പ്രൊവിൻസിൽ നുഴഞ്ഞു കയറി ഏതെങ്കിലും ഒരു സ്ഥലം ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യത്തെ റെസ്പോൺസ് ടീം ഇവിടെ നിന്നാണ് തിരിക്കുക. ഇവയ്ക്കെല്ലാം ഒരു കോമൺ ആയ കാര്യം, പാകിസ്ഥാന്റെ എലൈറ്റ് സ്ക്വാഡ്രൻസ് ഈ എയർബേസിലാണ് ഉള്ളത്. തുർക്കിയുടെ അഡ്വാൻസ്ഡ് ഡ്രോൺ സിസ്റ്റവും ഈ 2 എയർബേസിലുണ്ട്. അപ്പോൾ സിയാൽകോട്ടിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടായാൽ പാകിസ്ഥാൻ സൈന്യം ഏത് ബേസിനെയാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് ആ ഒരു ബേസിനെയാണ് ഇവിടെ പിൻ പോയിന്റ് ആക്യുറസിയോട് കൂടി ആക്രമിച്ചത്. ഇവിടെ ഈ 2-3 മിസൈൽസ് സ്ട്രൈക്ക് ചെയ്ത വീഡിയോ ഫുട്ടേജസ് ലഭിച്ചിട്ടുണ്ട്. എല്ലാം വളരെ ലോങ് റേഞ്ചിൽ നിന്നും സിവിലിയൻസിന്റെ മൊബൈലിൽ നിന്നും എടുത്ത വീഡിയോസ് ആണ്. പാകിസ്ഥാൻ ഇതിന്റെ എവിഡൻസ് ഒന്നും നൽകിയില്ല. അവരുടെ ബേസിൽ സംഭവിച്ചത് അതുകൊണ്ട് നൽകുകയുമില്ല. ഇനി എന്തെങ്കിലും ലീക്ക്ഡ് വീഡിയോസ് ഇമേജസ് വന്നാൽ മാത്രമേ നമുക്കും അത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തേക്ക് വന്നിരിക്കുന്ന ഒരു കൺഫേംഡ് ന്യൂസ്, വെരിഫൈ ചെയ്ത ഫുട്ടേജ് എല്ലാം ജിയോ ലൊക്കേഷൻസ് വെരിഫൈ ചെയ്തതാണ്. ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ 2 ബേസസിലും ആം ഡിപ്പോസ്, ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ശാലയിൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിയും. അവസാനമുള്ള ബേസ് രഫീഖ് എയർബേസ്. ഇത് നമ്മുടെ പഞ്ചാബ് പ്രൊവിൻസിലുള്ളതാണ്. ഈ 3 എയർബേസും പാകിസ്ഥാന്റെ ഫ്രണ്ട് ലൈൻ എയർബേസസ് ആണ്. ഇന്ത്യയിൽ നാളെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇവരാണ് കൂടുതൽ ഓപ്പറേഷൻ റെഡിനെസ്സോടുകൂടി ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇന്ത്യ ചെയ്ത ഈ ഒരു സ്ട്രൈക്കിലൂടെ ഈ 3 എയർബേസസിലും ക്ലിയർ ആയ ഡാമേജസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാന്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടൊന്നും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാൻ കഴിയും. 10, 50, 100 എത്ര വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന്. ഇന്ത്യ ഇന്റർസെപ്റ്റ് ചെയ്തു, അതിന്റെ തെളിവ് ഇതാ എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴിയും. പക്ഷെ പാകിസ്ഥാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഇന്റർസെപ്റ്റ് ചെയ്ത ഫുട്ടേജ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇനി പാകിസ്ഥാന്റെ വീഡിയോസ് കാണാൻ കഴിയാത്തതിന് മറ്റൊരു റീസൺ കൂടെ ഉണ്ട്. ഒരുപാട് അക്കൗണ്ട്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ മാധ്യമങ്ങളെ പലതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇന്റർസെപ്റ്റ് ചെയ്തതിന്റെ ഒരു ചെറിയ ഫുട്ടേജ് പോലും നമുക്ക് ലഭിക്കുന്നില്ല. എന്തിന്? പാകിസ്ഥാന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ, ഒഫീഷ്യൽ സൈറ്റിൽ പോലും ഒരു വീഡിയോ ഗെയിം ഫുട്ടേജ് കാണിച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ ആക്രമിച്ചു, ഇന്ത്യ തകർത്തു എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് പാകിസ്ഥാനുള്ളത്. ഇതൊക്കെ സൈക്കോളജിക്കൽ വാർഫെയർ ആയിട്ടാണ് അവർ കരുതുന്നതെങ്കിൽ തീർച്ചയായും ഇതാ കണക്കിലേ വരില്ല. ഒരു ഗെയിം ഫുട്ടേജ് കാണുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ആ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാകും ഗെയിം ഫുട്ടേജ് ആണെന്ന്. 26 ലൊക്കേഷൻസിൽ ആക്രമിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പകരം കൊടുക്കുന്ന രീതിയിൽ നേരിട്ട് പാകിസ്ഥാന്റെ മിലിറ്ററി ബേസിസിൽ തന്നെ നമ്മൾ കൈവയ്ക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ആർമി ഒരു ബ്രീഫിംഗിൽ പറയുകയും ചെയ്തു. ഇതിന് പകരം നൽകാനായി പാകിസ്ഥാൻ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു. ഓപ്പറേഷൻ ബുന്യാനുൽ മർസൂസ്. ഇത് ഖുറാനിൽ നിന്നും എടുത്ത ഒരു വാക്കാണെന്നാണ് പറയുന്നത്. തകർക്കാനാകാത്ത ചുമർ, അൺബ്രേക്കബിൾ വാൾ, ഇങ്ങനെയൊക്കെ ഇതിനർത്ഥമുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തതിന് ശേഷം പാകിസ്ഥാൻ ഒരുപാട് ക്ലെയിം നടത്തി. ഇടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞല്ലോ കറച്ചി ആക്രമിച്ചു, നശിപ്പിച്ചു, തീയിട്ട് കത്തിച്ചു എന്നൊക്കെ. അതുപോലൊരു ക്ലെയിമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ആദ്യം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം പറയാം. ഈ ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ എയർബേസസിനെ ആക്രമിച്ചത് കൊണ്ട് റിട്ടാലിയേഷൻ നൽകാനായി 3 പ്രധാനപ്പെട്ട സൈറ്റ്സ് നമ്മുടെ സൈറ്റ്സിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിൽ ബിയാസിലുള്ള ബ്രഹ്മോസ് മിസൈൽ സ്റ്റോറേജ് ഫെസിലിറ്റി അതിനെ പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്തു എന്നും പറഞ്ഞു. സത്യത്തിൽ ഇതൊക്കെ പാകിസ്ഥാൻ നടത്തിയ ക്ലെയിമാണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ല. അടുത്തത് ഉത്തംപൂരിലുള്ള എയർഫോഴ്സ് ബേസ്, പത്തൻകോട്ടിലുള്ള എയർഫീൽഡ്, ഇവ രണ്ടും ഹെവി ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അടുത്തത് കേച്ചി ടോപ്പിലുള്ള ബ്രിഗേഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഉറിയിലുള്ള സപ്ലൈ ഡിപ്പോ, ഇവയെല്ലാം ഇങ്ങനെ നോക്കിയാൽ ഒരു 6-7 ലൊക്കേഷൻസ് 3 സ്ട്രൈക്കിൽ ഞങ്ങൾ നശിപ്പിച്ചു. ഇതിൽ പൂർണ്ണമായും ബ്രഹ്മോസ് മിസൈൽ സ്റ്റോറേജ് ഫെസിലിറ്റിയെ ഞങ്ങൾ തകർത്തു കളഞ്ഞു എന്നൊക്കെയാണ് പാകിസ്ഥാന്റെ ക്ലെയിം. ഇപ്പൊ പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നറിയണ്ടേ? ഡൽഹിയെ ഞങ്ങൾ ആക്രമിച്ചു, മുംബൈ ഞങ്ങൾ ആക്രമിച്ചു, ഗോവയെ ഞങ്ങൾ ആക്രമിച്ചു, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. പഴയ വാർ ഫുട്ടേജസ്, എഡിറ്റ് ചെയ്ത ഇമേജസ് എടുത്തു വെച്ച് F-16 വിമാനങ്ങളെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ വിമാനങ്ങളെ ഞങ്ങൾ വീഴ്ത്തി, ഡൽഹി ഞങ്ങൾ ഒരു മിസൈൽ അയച്ചു, മുംബൈ ആക്രമിച്ചു, ഇങ്ങനെ ഒരുപാട് ക്ലെയിംസ് ആണ് അവർ നടത്തുന്നത്. എവിടെയോ സംഭവിച്ച കാര്യങ്ങൾ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സിവിൽ വാർ നടന്നപ്പോഴുണ്ടായ ഒരു ഫുട്ടേജ് എടുത്ത് ഇന്ത്യ ആക്രമിച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്ന വാർത്ത. സ്ട്രൈക്ക് നടന്നത് രാത്രിയാണ്, എന്നാൽ ഇവർ കാണിക്കുന്ന ഫുട്ടേജ് എല്ലാം പകൽ സമയത്തതാണ്. പകൽ സമയം സംഭവിച്ചതും ഡെസേർട്ടിൽ സംഭവിക്കുന്നതൊക്കെയാണ്. ഇങ്ങനെ ഇവർ ചെയ്യുന്ന കാര്യം ഇവർ ബോധത്തോടു കൂടി ചെയ്യുന്നതാണോ അതോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതിന് വേണ്ടി കാണിക്കുന്നതാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ സൈക്കോളജിക്കൽ വാർഫെയറിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം.
വീണ്ടും പറയാം, ബ്രഹ്മോസിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. എക്സ്പ്ലോഷൻസ് സംഭവിച്ചതിന്റെ യാതൊരു വിവരവും ഇല്ല. ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ തന്നെ മാറും. കാരണം ഈ ബ്രഹ്മോസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഓർമ്മ വരിക? B2 സ്പിരിറ്റ്, B-52, F-22 റാപ്റ്റർ, F-35 ഇതൊക്കെ ഓർമ്മ വരും. റഷ്യയെ പറയുകയാണെങ്കിൽ SU-57, RS-28 സാർമാത്ത് ഇതൊക്കെ ഓർമ്മ വരും. ഇനി ചൈനയെ പറയുകയാണെങ്കിൽ DF-21, J-35 ഇങ്ങനെയുള്ള വിമാനങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ആദ്യം ഓർമ്മ വരുന്നത്, മിസൈൽ പവറിനെ സംബന്ധിച്ച് ഓർമ്മ വരുന്നത് ബ്രഹ്മോസ് ആയിരിക്കും. കാരണം ലോകത്തിൽ തന്നെ നിലവിലുള്ള അതിവേഗം പോകാൻ കഴിയുന്ന സൂപ്പർ സോണിക് ആൻഡ് ഷിപ്പ് ക്രൂയിസ് മിസൈൽ കാറ്റഗറിയിലുള്ളത് ബ്രഹ്മോസ് ആണ് കിങ്. ബ്രഹ്മോസിനെ വീഴ്ത്താൻ ഇതുവരെയും ഒന്നും വന്നിട്ടില്ല, അത്രത്തോളം പവർഫുള്ളായ ഒരു മിസൈൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ആക്രമിച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാന് വലിയൊരു പേരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലെയിംസ് നടത്തുന്നത്. പാകിസ്ഥാനെതിരെ നിങ്ങൾ തല ഉയർത്തിയാൽ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നൊരു ക്ലെയിം ഒക്കെ നടത്തിയാൽ എങ്ങനെ ഉണ്ടാകും? ഇത് സൈക്കോളജിക്കൽ വാർഫെയർ തന്നെയാണ്. ഇതല്ലാതെ അവിടെ യാതൊരു പ്രശ്നവും ഇന്ത്യക്ക് സംഭവിച്ചിട്ടില്ല. അത് സംബന്ധിക്കുന്ന വാർത്തകളും വന്നിട്ടില്ല. നിങ്ങൾ ഒരേ ഒരു ലോജിക്ക് മാത്രം ചിന്തിച്ചാൽ മതി. ജമ്മുവിനെ പോലും നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, അവിടെ ആകാശ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. പഞ്ചാബിൽ ഇത്രയേറെ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ബ്രഹ്മാസ്ത്രം അതിനെ സംരക്ഷിക്കാൻ ഒരു ഡിഫൻസ് സിസ്റ്റം പോലും അവിടെ ഇല്ലാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരു മിസൈൽ സ്ട്രൈക്ക് അവിടെ നടക്കുന്നത് വരെയും നമ്മൾ അത്ര കെയർലെസ് ആയിട്ടല്ല ഇരിക്കുന്നത്. ഈ ലോജിക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ പിടികിട്ടും. ഇനി ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് അറിയാനുണ്ട്. പാകിസ്ഥാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽസ് ഇന്ത്യ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അറിയാം. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.